മകളുടെ സാലറി മുഴുവൻ വരുന്നത് ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്കാണ്. മകളുടേത് എന്തോ അക്കൗണ്ടിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. മകൾക്ക് എന്തെങ്കിലുമൊക്കെ പണം ചെലവഴിക്കണമെങ്കിൽ എല്ലാ കണക്കും ഭർത്താവിനെ ബോധ്യപ്പെടുത്തി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ വെറുതെ ജോലിക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഇവർ ശീലിപ്പിക്കേണ്ടത്. അതൊന്നും ഇത് അക്കൗണ്ട് ആക്കി കിട്ടണമെങ്കിൽ ഇവരെ അക്കൗണ്ട് ആക്കി കൊടുക്കണ്ടേ? അങ്ങനെ വേണം. അതെ. അല്ല, ഒരു OTP എങ്കിലും അടിച്ചു കൊടുക്കാതെ എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. ഇനിയിപ്പോൾ അക്കൗണ്ട് മാറ്റം വിചാരിച്ചോളൂ. ഒരു പുതിയ അക്കൗണ്ട് അതേ ബാങ്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ദേശസാൽകൃത ബാങ്കിലോ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇനി മുതൽ സാലറി അക്കൗണ്ട് ഇതാണെന്ന് പറഞ്ഞ് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ട് മാറ്റി കിട്ടും. ഇതെല്ലാത്തിൻ്റെ അക്കൗണ്ട് മാറ്റി കിട്ടും. അത് ചേഞ്ച് ചെയ്യാനൊന്നൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ആദ്യം ഇത് സമ്മതിച്ചു, പിന്നെ ഇത് തടസ്സപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ജോലി നേടുന്നത് നമുക്കൊരു സ്വയം പര്യാപ്തതയൊക്കെ ഉണ്ടാവാനായിരിക്കാം. പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവൻ അധ്വാനം നമുക്കും അതിൻ്റെ ബെനിഫിറ്റ് മുഴുവനും ഭർത്താവിനും കിട്ടും. ഭർത്താവിന് കിട്ടിയിട്ട് നമുക്ക് വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് അവരൊരു പണിയും ചെയ്യാതെ ഇതും മാത്രം ജീവിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബന്ധങ്ങളെ ബാധിക്കും. ബന്ധങ്ങളെ ബാധിക്കാത്ത രൂപത്തിൽ പരിഹരിക്കേണ്ടത് തന്നെയാണ്. അത് മനസ്സിലാവണം. ഇതിൽ മറ്റൊരു വിഷയമുള്ളത്, ഞാൻ വളരെയധികം മാനസിക വിഷമത്തിലാണ്. മകളുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, കുട്ടിയുണ്ട്. ആദ്യമൊക്കെ ഭർത്താവിന് നമസ്കാരമുണ്ടായിരുന്നു, കൃത്യമായിട്ടല്ലെങ്കിലും നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നിസ്കാരം പാടെ ഒഴിവാക്കിയിരിക്കുന്നു. നിസ്കരിക്കണ്ടേ, സ്വർഗത്തിൽ പോകണ്ടേ എന്നൊക്കെ അവൾ ചോദിക്കാറുണ്ട്. നിനക്ക് നിൻ്റെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ ശാരീരിക ബന്ധവുമില്ല. അങ്ങനത്തെ ഒരാളുമായിട്ട് അങ്ങനത്തെ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. സ്ഥിരമായി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അത് വീട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയെന്നാണ്. മുണ്ടാതിരിക്കുന്നതൊക്കെ ആൾക്കാർ കണ്ടു തുടങ്ങി. എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കും, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ദീൻ്റെ കാര്യത്തിൽ ആണ് ഇങ്ങനെ പ്രയാസമുള്ളത്. ഇതിൽ ഇവരുടെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, മകളുടെ ഒന്നാമത്തെ വിവാഹമല്ലത്, മുമ്പത്തെ വിവാഹങ്ങൾ ഇതേ അവസ്ഥയിൽ പിരിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അല്ല, നമുക്കിപ്പോൾ ഇതിലൊരു വിധി ചോദിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കീഴെ ജീവിക്കണം എന്ന് ഇസ്ലാം ഒരിക്കലും പറയണില്ല. അപ്പോൾ അവർക്കിപ്പോൾ ഒരു ഡൈവേഴ്സ് ചോദിക്കാനൊന്നും ഇപ്പോൾ ഇതിലൊരു തടസ്സമില്ല. പക്ഷേ ജീവിച്ചു തുടങ്ങിയവർക്ക് എന്താണ്, അത് വഴിയിൽ വെച്ച് പിരിയുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ദീന പറഞ്ഞാൽ ആർക്കും നമുക്ക് വേണമെങ്കിൽ ഒരു പരിശ്രമം നടത്തി ഉണ്ടായി വരാവുന്നുള്ളൂ. ഇപ്പോൾ അയാൾ നിസ്കരിക്കാനൊക്കെ തുടങ്ങിയ പ്രശ്നം വരച്ചില്ല. ബാക്കിയൊക്കെ നിലക്ക് അയാൾ നല്ലൊരു ഭർത്താവാണ്. അപ്പോൾ അയാൾ നിസ്കരിക്കണം എന്നൊരു നിബന്ധന എന്ത് ചെയ്യണം, വളരെ സ്ട്രോങ് ആയിട്ട് ഇവർക്ക് പറയാൻ പറ്റണം. അപ്പം അയാൾക്ക് ചോദ്യത്തിലുള്ളത്, വേറെ വിവാഹങ്ങൾ മുമ്പ് കഴിഞ്ഞത് ഡൈവോഴ്സ് ആയതാണ്. അത് ഇതേ വിഷയത്തിലാണ് ഡൈവോഴ്സ് ആയത്. ഇയാൾ നല്ലതാണ് മറ്റു കാര്യങ്ങളൊക്കെ, പക്ഷേ ഇപ്പോൾ മറ്റ് രണ്ടാളുകളെക്കാൾ കൂടുതൽ പ്രയാസം ഇയാളെ കൊണ്ടാണ് എന്നാണ് ഇതിൽ നിസ്കരിക്കാത്തതിൻ്റെ മെയിൻ വിഷയം. അപ്പോൾ എങ്ങനെയെങ്കിലും ദീനിയായ നിസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് അതിലേക്ക് മാറാൻ അയാൾ നിർബന്ധിതനാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പരിഹാരമാർഗം. നിർബന്ധിതനാകുമ്പോൾ ചെയ്യും, അപ്പോൾ അയാൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അതല്ലാതെ ഇപ്പോൾ അയാൾ മടങ്ങി വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് രണ്ട് ഗുണമുണ്ട്. ഒന്നൊരു വളരെ ശക്തമായൊരു തീരുമാനമെടുത്താൽ ഒന്നില്ലെങ്കിൽ അയാളൊരു ഹിദായത്തിലേക്ക് വരും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്വതന്ത്രമായി സമാധാനത്തോടെ എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അതേ ഉള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു വിശദ വിവരങ്ങൾ ചോദിച്ച് അയാളെക്കുറിച്ച് മനസ്സിലാക്കി അയാളെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്കിതിലൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ.